ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പുരാതന ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം, ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് സ്ട്രെങ്തൻ. ഇന്ത്യയിലെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതും അവർ ശക്തി പ്രാപിക്കുന്നതും ആയ ഒരു കാലഘട്ടമുണ്ട്. അപ്പം നോർത്തേൺ റീജിയനിൽ, ഇന്ത്യയുടെ നോർത്തേൺ റീജിയനിൽ മർച്ചൻസ് ട്രേഡ് ഹാൻഡിൽ ചെയ്തത് പഞ്ചാബി ആൻഡ് മുൾട്ടാനി മർച്ചൻസ് ആണ് ട്രേഡ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഓക്കെ, പഞ്ചാബി ആൻഡ് മുൾട്ടാനി മർച്ചൻസ് ഹാൻഡിൽ ട്രേഡ് ഇൻ ദി northern region of India. Then in the Gujarat and Rajasthan, Bhatts managed trade. Bhatt ആണ് ട്രേഡ്, മജോറിറ്റി ട്രേഡ് ഇവരായിരുന്നു. ദെൻ വെസ്റ്റേൺ ഇന്ത്യയിലെ ഇത്തരം ഗ്രൂപ്പുകളെ മഹാജൻ എന്നാണ് വിളിച്ചിരുന്നത്. ദെൻ ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് കൂടാതെ മറ്റ് ചില ഗ്രൂപ്പുകളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതായത് പ്രൊഫഷണൽ ക്ലാസ്സസ് such as ഹക്കിം ആൻഡ് വൈബ്, ഫിസീഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ ആയിരുന്നു ഹക്കിം ആൻഡ് വൈബ്. വക്കീൽ ലോയേഴ്സിന്റെ അസോസിയേഷൻ ആണ്. പണ്ഡിറ്റ് ഓർ മുല്ല ടീച്ചേഴ്സിന്റെ, അതുപോലെ പെയിന്റേഴ്സ്, മ്യൂസീഷ്യൻസ്, കാലിഗ്രാഫേഴ്സ്, ഇവരെല്ലാം ഓരോ ഗ്രൂപ്പ്സ് ഫോം ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. നെക്സ്റ്റ്, മർച്ചന്റ് കോർപ്പറേഷൻസ്. There are some merchant corporations which were called as guilds. Guild എന്നാണ് പറയുക. So these guilds were autonomous corporations formed to protect the interest of traders. വ്യവസായികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്ത ഒരു ഓട്ടോണമസ് കോർപ്പറേഷൻ ആണ് ഗിൽഡ് എന്ന് പറയുന്നത്. വളരെ ശക്തമായ സ്വാധീനമുള്ള, ഈവൻ കിങ്സ്, രാജാക്കന്മാരുടെ അടുത്ത് പോലും സ്വാധീനവും ഉള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ഗിൽഡ്സ് എന്ന് പറയുന്നത്. സോ മർച്ചന്റ് കമ്മ്യൂണിറ്റി ഗെയിൻഡ് പ്രസ്റ്റീജ് ആൻഡ് പവർ ഫ്രം ദി ഗിൽഡ്സ്. അപ്പോൾ ഈ ഗിൽഡ് എന്ന പ്രസ്ഥാനം വഴി തന്നെ മർച്ചന്റ്സിന് കൂടുതൽ പ്രസ്റ്റീജ് ആൻഡ് പവർ they could gain in the society. Then they are organized on formal basis. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തത്. They framed their own code of conduct. And this code of conduct is accepted even by the kings. രാജാക്കന്മാർ പോലും അംഗീകരിക്കുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇവർ ഫോം ചെയ്തത്. Then traders had to pay various taxes. അപ്പോൾ ആ കാലഘട്ടത്തിൽ ട്രേഡേഴ്സ് ഇന്നത്തേതുപോലെ തന്നെ അന്നും അവർ വിവിധ തരം ടാക്സുകൾ അടക്കേണ്ടതുണ്ടായിരുന്നു. ഒക്ട്രോയ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഫെറി ടാക്സ്, ലേബർ ടാക്സ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ടും ഗിൽഡ്സ് പ്രവർത്തിച്ചിരുന്നു. ടാക്സ് കളക്ഷന് വേണ്ടി സഹായിക്കാനും അതിന്റെ റിട്ടേൺസ് തയ്യാറാക്കാനും ഒക്കെ വ്യാപാരികളെ സഹായിച്ചിരുന്നു. ഓക്കെ, സോ ഗിൽഡ്സ് എന്ന് പറയുന്നത് വളരെ ഓട്ടോണമസ് ആയ ഒരു കോർപ്പറേഷനാണ്. അവര് അന്നത്തെ ഗവൺമെന്റുകൾ, അതായത് രാജാക്കന്മാരുടെ പോലും സ്വാധീനമുള്ള, അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഗിൽഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മേജർ ട്രേഡ് സെന്റേഴ്സ് ആണ് ഇന്ത്യയിലെ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ്. ഒന്നാമത്തത് പാടലിപുത്ര. ഇന്ന് പാടലിപുത്ര അറിയപ്പെടുന്നത് എന്ന പാറ്റ്ന എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് എ കൊമേഴ്ഷ്യൽ ടൗൺ ആൻഡ് എ സെന്റർ ഫോർ എക്സ്പോർട്ട് ഓഫ് സ്റ്റോൺസ്. ഒരു കൊമേഴ്ഷ്യൽ ടൗൺ ആയിരുന്നു. സ്റ്റോൺസ് കയറ്റുമതിയിൽ ഫേമസുമായിരുന്നു കാലഘട്ടം. രണ്ടാമത്തത് പെഷാവർ. പെട്ടെന്ന് പറഞ്ഞു പോകാം. പെഷാവർ, ദിസ് ഈസ് ആൻ എക്സ്പോർട്ടിംഗ് സെന്റർ ഓഫ് വൂൾ. പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലം. അതുപോലെ ഹോഴ്സസ് വെയർ ഇമ്പോർട്ടഡ് ത്രൂ പെഷാവർ. നെക്സ്റ്റ് ഈസ് ടക്സില. ഫേമസ് ആണ് തക്ഷശില യൂണിവേഴ്സിറ്റി. സോ ഇറ്റ് ഈസ് എ മേജർ സെന്റർ ഇൻ ദി ലാൻഡ് റൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ശൃംഖലയുണ്ട്. ഈ റോഡ് ശൃംഖലയുടെ ഒരു സെൻട്രൽ പാർട്ട് തന്നെയാണ് തക്ഷില എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള, വളരെ വികസിതമായ ഒരു പ്രദേശമാണ്.
ഇറ്റ് ഈസ് എ സിറ്റി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ധാരാളം ഫിനാൻഷ്യൽ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്. ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്, ബുദ്ധിസ്റ്റിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തക്ഷശില. ആൻഡ് ദ ഫേമസ്, വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റി, തക്ഷശില യൂണിവേഴ്സിറ്റി ഫ്ലറിഷ്ഡ് ഇൻ തക്ഷശില. നമ്മളതിനെ തക്ഷശില യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റി ഈ തക്ഷശിലയിലാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്ദ്രപ്രസ്ഥ. ഇന്നത്തെ ന്യൂഡൽഹിയാണ് ഇന്ദ്രപ്രസ്ഥ. ഇറ്റ് വാസ് ദി കൊമേഴ്ഷ്യൽ ജംഗ്ഷൻ ഓൺ ദി റോയൽ റോഡ് വേർ മോസ്റ്റ് റൂട്ട്സ് ലീഡിംഗ് ടു ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആൻഡ് നോർത്ത് കൺവേർജ്ഡ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡ് മാർഗം എല്ലാം സമ്മേളിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ദ്രപ്രസ്ഥ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മധുര. മെനി റൂട്ട്സ് ഫ്രം സൗത്ത് ഇന്ത്യ ടച്ച്ഡ് മധുര ആൻഡ് ബ്രോഡ്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം റൂട്ടുകൾ മധുര ടച്ച് ചെയ്താണ് കടന്നു പോകുന്നത്. അപ്പോൾ അതും ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. മധുരയും ഒരു അക്കാലത്ത് ഘട്ടത്തിലെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. നെക്സ്റ്റ് വാരണാസി. ഇറ്റ് ഗ്രൂ ആസ് എ മേജർ സെന്റർ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട തുണി വ്യവസായത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു വാരണാസി. It is famous for beautiful gold silk cloth and sandalwood workmanship. അതിന് ഫേമസ് ആണ്. ഇറ്റ് ഹാഡ് ലിങ്ക്സ് വിത്ത് തക്ഷശില ആൻഡ് ബറൂക്ക്. തക്ഷശിലയുമായിട്ടും ഇതിന് ലിങ്ക് ഉണ്ടായിരുന്നു, റോഡ് മാർഗം ബന്ധമുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് മിഥില. മിഥില. The traders of Mithila crossed the seas by boats through the Bay of Bengal to the South China Sea and traded at ports on the islands of Java, Sumatra and Borneo. ബംഗാൾ ഉൾക്കടൽ വഴി ബോട്ട് മാർഗം സൗത്ത് ചൈന സീയിലെത്തി ജാവ, സുമാത്ര, ബോർണിയോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വ്യാപാരം നടത്തിയിരുന്ന ആളുകളാണ് മിഥില എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, മിഥില. നെക്സ്റ്റ് ഉജ്ജയിൻ. അഗേറ്റ്, carnelian, muslin and mallow cloth were exported from Ujjain. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേന്ദ്രമാണ്. വിവിധതരം തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു, വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇറ്റ് ഓൾസോ ഹാഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് തക്ഷശില ആൻഡ് പെഷാവർ. തക്ഷശിലയും പെഷാവറുമായിട്ടും ഒക്കെ ട്രേഡ് റിലേഷൻസ് ഈ ഉജ്ജയിൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സൂറത്ത്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽസ്. Textiles of Surat were famous. പ്രത്യേകിച്ച് സാരി, ഗോൾഡ് ബോർഡേഴ്സ് ഉള്ള സാരി. ഇറ്റ് ഈസ് നോട്ട് വർത്തി ദാറ്റ് സൂറത്ത് ഹുണ്ടി വാസ്, നമ്മൾ നേരത്തെ പഠിച്ചു ഹുണ്ടി എന്താണ്, ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം പഠിച്ചപ്പോൾ ഹുണ്ടി പറഞ്ഞു. ഓക്കെ, ദിസ് സൂറത്ത് ഹുണ്ടി വാസ് ഓണേർഡ് ഈവൻ ഇൻ ഈജിപ്റ്റ് ആൻഡ് ഇറാൻ. ഈജിപ്തിലും ഇറാനിലും വരെ ഈ സൂറത്തിലെ ഹുണ്ടി ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് കാഞ്ചി. ഇന്ന് കാഞ്ചിപുരം എന്നാണ് കാഞ്ചി അറിയപ്പെടുന്നത്. ചൈനീസ് വ്യാപാരികൾ കാഞ്ചിയിൽ എത്തിയിരുന്നു. They came here to purchase pearls, glass and rare stones. ചൈനീസ് വ്യാപാരികൾ കാഞ്ചിയിൽ എത്തിയിരുന്നു. വിവിധതരം ഉൽപ്പന്നങ്ങൾ, പേൾസ്, ഗ്ലാസ്, റെയർ സ്റ്റോൺസ് മുതലായവ ഇവിടെ നിന്ന് അവർ വാങ്ങിയിരുന്നു. നെക്സ്റ്റ് മധുര. മധുര ഈസ് എ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ്. So it attracted foreign merchants, particularly Romans, for carrying overseas trade. Foreign merchantsനെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്ന ഒരു പ്രദേശമാണ് മധുര. Okay, so they carried, especially Romans carried overseas trade through Mathura. Then next, Kaveripata. Kaveripata. It was a scientific in its construction. വളരെ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണ് കാവേരിപട്ട എന്ന് പറയുന്നത്. They mainly provided loading, unloading and strong facilities of merchandise. Merchandise കൈകാര്യം ചെയ്യുന്നത്, അത് ലോഡ് ചെയ്യുന്നതിലും അൺലോഡ് ചെയ്യുന്നതിലും ഒക്കെ വിദഗ്ധന്മാരായിരുന്നു അവിടെയുള്ളവർ. അതിനുള്ള സംവിധാനങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. Then foreign traders
had headquarters in this city. വിദേശ രാജ്യങ്ങളിലെ വ്യാപാരികൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ കാവേരിപട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. It was a convenient place for trade with Malaysia, Indonesia, China and Far East. വിവിധ രാജ്യങ്ങളുമായിട്ട് വ്യാപാരത്തിനുള്ള വളരെ കൺവീനിയന്റ് ആയ ഒരു പ്ലേസ് ആയിരുന്നു കാവേരി പട്ട. നെക്സ്റ്റ് we are going to see the position of Indian economy in the world. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ശക്തി ആയിരുന്നു. ഓക്കെ, ലോക സമ്പത്തിന്റെ 1/3 കൈകാര്യം ചെയ്തിരുന്ന വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. അതായത് 1-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് India was the largest economy of the ancient and medieval world, controlling about 1/3 of the world's wealth. So India was referred to as Swarnabhumi or Swarndweep by many writers. വിവിധ എഴുത്തുകാർ സ്വർണഭൂമി അല്ലെങ്കിൽ സ്വർൺദ്വീപ് എന്ന പേരിലാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. അവരെയും വ്യാപാര കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലുമൊക്കെ ഇന്ത്യ വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ദെൻ ഇന്ത്യൻ എക്കണോമി പ്രീ കൊളോണിയൽ പീരീഡ് 18-ാം നൂറ്റാണ്ടിൽ മധ്യത്തോടെ ബ്രിട്ടീഷ് കോളനികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം. ഇന്ത്യ വാസ് വെരി പ്രോസ്പറസ്. Then in the 18th century also, India was economically much better, in a better position. But the people were poor. ആളുകള് ഇന്ത്യ എക്കണോമിക്കലി അപ്വേർഡ് ആയിരുന്നെങ്കിലും ആളുകള് പാവങ്ങളായിരുന്നു. കൃഷി ചെയ്തും കന്നുകാലി വളർത്തിയുമൊക്കെ ജീവിക്കുന്ന ആളുകളായിരുന്നു മജോറിറ്റി ഇന്ത്യൻസ്. Okay. Then in the 18th century, India was far behind European countries in terms of ടെക്നോളജി, ഇന്നോവേഷൻ ആൻഡ് ഐഡിയാസ്. യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ടെക്നോളജിയുടെ കാര്യത്തിലും ഇന്നോവേഷൻ പുതിയ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളുമൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെയധികം മുൻപോട്ട് പോയി. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ പിന്നിലായിരുന്നു. Okay. Then during British rule, the Indian economy changed from an exporter of processed goods to the exporter of raw material. നമ്മൾ പ്രോസസ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നിന്ന് മാറി റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം. പിന്നീട് അതും നമ്മൾ റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ രാജ്യം എത്തിപ്പെട്ടു എന്നതാണ് ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊസിഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഇൻ ദി വേൾഡ്, ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയിലെ ചരിത്രത്തില് അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മുടെ ബിസിനസ് ആൻഡ് കൊമേഴ്സ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ